وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം നൽകാറുണ്ട്. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാതെ നമ്മളാരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാതെ പ്രാധാന്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതിയാൽ യഥാർത്ഥത്തിൽ അവന് വിജയിക്കാൻ സാധ്യമാവുകയില്ല. സഹോദരന്മാരെ, ഇതുപോലെയാണ് ദീനിന്റെ വിഷയവും. മതം ഗൗരവത്തോടെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ ഗൗരവമായി നാം പരിഗണിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ സമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഗൗരവമേറിയ 3 കാര്യങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരനായ അബൂദർദാ റളിയല്ലാഹു അൻഹു നൽകിയ ചില ഉപദേശങ്ങൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ആ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉറ്റമിത്രമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ ഉപദേശിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അല്ലാ തുശ്രിക് ബില്ലാഹി ശൈഅ വഇൻ ഖുത്തിഅത വഇൻ ഹർരികത
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഗൗരവമേറിയ ഒന്നാമത്തെ കാര്യം, നിനക്ക് വെട്ടേൽക്കേണ്ടി വന്നാലും നിന്നെ തീയിലിടപ്പെട്ടാലും അള്ളാഹുവിൽ നീ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല എന്നതാകുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂദർദ റളിയല്ലാഹുവിനോട് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ ഉപദേശം ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ചാണ്. ആര് നമ്മെ ഭീഷണിപ്പെടുത്തിയാലും മരിക്കുമെന്നൊരവസ്ഥയിൽ എത്തിയാൽ പോലും, എത്രത്തോളം തീയിലിട്ട് നിങ്ങളെ കരിക്കപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കരുതെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ മാതൃക വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം പിതാവിനോട് പടച്ച റബ്ബിന്റെ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിതാവിനോട് പറഞ്ഞ് പിതാവിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോ, വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചപ്പോ, ഖാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ എന്ന് പറഞ്ഞ് പിതാവിനോട് സലാം പറഞ്ഞുകൊണ്ട് സമാധാനമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി നാട്ടുകാരോട് പറഞ്ഞപ്പോ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുന്നിൽ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി നമ്രൂദിന്റെ ആളുകൾ. എന്നിട്ട് ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട്, നിന്റെ മതത്തിൽ നിന്ന് നീ പിന്മാറുന്നില്ലെങ്കിൽ നിന്നെ ഈ തീയിലിട്ട് ഞങ്ങൾ കത്തിക്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നല്ല, മറിച്ച് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഹസ്ബി അല്ലാഹ് നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ ഇതാ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്നാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതം മാത്രമല്ല, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്ന, ഫിർഔനിന്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് കേൾക്കുകയും മൂസ നബിയിൽ വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഫിർഔനും അവന്റെ ആളുകളും ധാരാളമായി പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത മഹദിയാണ് ആസിയ ബീവി. ചരിത്രത്തിൽ കാണാം, ഖുർആൻ ഫിർഔനിനെ എന്താ ഉപമിച്ചിട്ടുള്ളത്? വഫിർഔന ദിൽ ഔതാദ് എന്നാണ്. ആണിയുടെ ആളാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്താ അങ്ങനെ പ്രയോഗിച്ചത്, പരിചയപ്പെടുത്തിയത്? ഫിർഔൻ അതിക്രൂരമായി അവന്റെ ആളുകളെ അല്ലാത്ത മൂസാ നബിയിൽ വിശ്വസിച്ചവരെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ശക്തമായ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. ആ സമയത്ത് ആസിയ ബീവിയെയും അതിക്രൂരമായി ഫിർഔനും അവന്റെ ആളുകളും സ്വന്തം ഭാര്യയെ അതിശക്തമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ആണികൾ രണ്ട് കൈകളിലും അടിച്ച്, കാലുകളിൽ അടിച്ച്, ശക്തമായി തിളച്ചുമറിയുന്ന എണ്ണ ശരീരത്തിലേക്ക് ഒഴുക്കിയപ്പോ ആസിയ ബീവി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ ഇതിന് പകരമായി നിന്റെ അടുക്കൽ എനിക്കൊരു സ്വർഗ്ഗം വേണം, സ്വർഗ്ഗത്തിൽ ഒരു ഭവനം വേണമെന്ന് ആസിയ ബീവി പ്രാർത്ഥിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ അതിശക്തമായ പീഡനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. വലിയ പാറക്കല്ല് വയറ്റത്ത് കയറ്റിവെച്ച് കഴുത്തിൽ കയറിട്ടുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ വിവസ്ത്രനായി കിടത്തി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. സഹോദരന്മാരെ, അതിക്രൂരമായി ബിലാൽ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അഹദ് അഹദ് അല്ലാഹു ഏകനാണെന്ന ആ കൃത്യമായ പ്രഖ്യാപനം നടത്തിയത് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെയും സുമയ്യ റളിയല്ലാഹു അൻഹയെയും ഒക്കെ
ഇസ്ലാമിക ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ അതിശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും അവർക്കൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു അംശം ഉണ്ടായില്ല. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ശിർക്കിന്റെ ഗൗരവം അവർ മനസ്സിലാക്കി. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ശിർക്കിലാവുക എന്നത് സ്വഹാബികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു, ശിർക്ക് ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു. ആ ഉമ്മ ഇസ്ലാമിലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചപ്പോ നബി തങ്ങളെ അതിശക്തമായി പ്രയാസപ്പെടുത്തി, പ്രവാചകനെ ചീത്ത പറഞ്ഞു, മോശമായി ചിത്രീകരിച്ചു. പല നിലക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഏറെ പ്രയാസമായി. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ, ഉമ്മാക്ക് തൗഹീദ് കിട്ടിയിട്ടില്ലല്ലോ എന്ന സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ആ മാതാവിന് ഹിദായത്ത് കിട്ടുകയും ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറെ സന്തോഷിക്കുകയും ചെയ്തു എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ശിർക്കിലാകുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നരകത്തിലേക്ക് പോകുന്നത് നമുക്ക് ഏറെ പ്രയാസമാണ്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതാണ് അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ നൽകിയ ഒന്നാമത്തെ ഉപദേശത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാ ശിർക്ക് ചെയ്തവൻ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, മനുഷ്യന് നരകമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്റെ ആമുഖത്തിൽ നിങ്ങളെ കേൾപ്പിച്ച വചനം അതാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്, നരകം അവന്റെ സങ്കേതമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മഹാനായ ലുഖ്മാൻ തന്റെ മകനോട് ഉപദേശങ്ങൾ കൊടുത്തപ്പോ ഏറ്റവും വലിയ അക്രമമായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഅലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തിലാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അവിടുന്ന് ഇത്തരം വചനങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമാണ്. തൗബ ചെയ്താലല്ലാതെ ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല, അതല്ലാത്തതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു അത് സ്വീകരിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ ചെയ്തവരാണ്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും തെറ്റുകൾ സംഭവിച്ചവരാണ്. സഹോദരന്മാരെ, ആ വിഷയത്തിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, കുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കുൽ നബിയെ പറയുക, ആരോടാ പറയേണ്ടത്? യാ ഇബാദിയ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്താ പറയേണ്ടത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം,
സ്വന്തത്തിന്റെ മേൽ അക്രമം ചെയ്തു പോയ, സ്വന്തത്തോട് അക്രമം കാണിച്ചിട്ടുള്ള എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു ഏറെ പാപങ്ങളും മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായി തൗബ ചെയ്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങിയാൽ നമുക്ക് അല്ലാഹു പുറത്തു തരും. ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് സന്ദർഭത്തിലും റബ്ബ് മാത്രം മതി എന്ന് സങ്കല്പിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും അല്ലാഹുവിന്റെ മുന്നിൽ കാര്യങ്ങൾ പറയാനും നമുക്ക് സാധിച്ചു ആ രീതിയിൽ പടച്ച റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് സ്വർഗ്ഗം ലഭിക്കുമെന്നാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദാ ഫമൻ തറകഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തില്ലാഹ്. ലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദാ, മനഃപൂർവ്വം നിർബന്ധ നിസ്കാരങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിസ്കാരം എല്ലാ സമയത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തേണ്ട ഇബാദത്താണ്. പരലോകത്ത് ആദ്യമായി കർമ്മങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് തൗഹീദ് പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ നബി തങ്ങൾ പറഞ്ഞയക്കുമ്പോ ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതായി അവരോട് പറയേണ്ട കാര്യം, ഫഇദാ അറഫുല്ലാഹ ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം 5 സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാവുകളിലും പകലുകളിലുമുള്ള 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് അവർക്ക് നീ പറഞ്ഞു കൊടുക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഗൗരവം നാം തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. പല മുസ്ലിമീങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. മനഃപൂർവ്വം നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും സ്വലാത്ത് ഫമൻ തറകഹാ ഫഖദ് കഫറ. നമുക്കും അവർക്കും ഇടയിലുള്ള കരാറ്, മുസ്ലിമിനും അമുസ്ലിമിനും ഇടയിലുള്ള കരാറ് 5 നേരത്തെ നിർബന്ധമായ നിസ്കാരമാകുന്നു. അതൊഴിവാക്കിയാൽ അവൻ കാഫിറായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതുകൊണ്ട് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കണം. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാ പോരാ. പലപ്പോഴും സ്ത്രീകളുമൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അശ്രദ്ധരാകുന്ന കാര്യമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. 5 നേരത്തെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോ ആ വിളിക്ക് കൃത്യമായി ഉത്തരം നൽകേണ്ടവരാണ് നമ്മൾ. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാ പോരാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ് നബിയേ? അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അതാണ്, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളത്.
ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മഖൂതാ, വിശ്വാസികളുടെ മേൽ സമയനിർണിതമായി കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താകുന്ന നിസ്കാരം. അതുകൊണ്ട് ഒരു വീഴ്ചയും ആ നിസ്കാരത്തിൽ നമ്മൾ വരുത്താൻ പാടില്ല. സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ വിഹരിക്കാൻ സാധിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പറയുകയാണ്, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, സ്ഥിരമായി നിസ്കാരം നിലനിർത്തുന്നവരാണ്. വിജയിച്ച ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ, നിസ്കാരം സംരക്ഷിക്കുന്നവരാകുന്നു വിജയിച്ച ആളുകൾ എന്ന് ഖുർആൻ പറയുകയാണ്. നിസ്കാരം ഒഴിവാക്കിയത് കൊണ്ടാണ് നമ്മുടെ മുമ്പുള്ള സമുദായങ്ങളെ പോലും നശിപ്പിക്കപ്പെടാൻ കാരണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുൻഗാമികളായ മുമ്പുള്ള സമുദായത്തെ നശിപ്പിക്കാനുള്ള കാരണം അവരുടെയും നിസ്കാരം ഒഴിവാക്കിയത് കാരണത്താലാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ നിസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ പലപ്പോഴും നിസ്കാരം ആളുകളെ കാണിക്കാൻ, ജനങ്ങൾ അറിയാൻ വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട്. ആളുകൾ പള്ളിയിൽ 4 ആളുകൾ കൂടുമ്പോ നിസ്കാരം ഒന്ന് ഭംഗിയാക്കുന്നവരുണ്ട്. ഒരിക്കലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ. നിസ്കരിക്കുന്നവർക്ക് നാശം. ഏത് നിസ്കാരക്കാരാ? അവരുടെ നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്ക് നാശമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നിസ്കാരവും ആവരുത് നമ്മുടെ നിസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച ആളുകൾ നരകക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, മാ സലകകും ഫീ സഖർ, എങ്ങനെയാണ് നിങ്ങൾ ഈ സഖറിൽ അകപ്പെട്ടത്? സഖർ എന്ന് പറയുന്നത് നരകത്തിന്റെ പ്രത്യേകമായ ഒരു ഭാഗമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാൻ കഴിയും. നരകത്തിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവിക്കുന്ന ഭാഗമാണ് സഖർ എന്ന് പറയുന്നത്. ആ സഖറിലാണ് ഫിർഔൻ പ്രവേശിക്കുക, ആ സഖറിലാണ് ഖാറൂൻ ഉണ്ടാവുക, ആ സഖറിലാണ് ഉബയ്യ് ഇബ്നു ഖലഫ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഹാമാൻ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള ധിക്കാരികളും അഹങ്കാരികളും ഒക്കെ പ്രവേശിക്കുന്ന നരകത്തിലെ അതിശക്തമായ ചൂടുള്ള ഭാഗമാണ് സഖർ എന്ന് പറയുന്നത്. അവിടെയായിരിക്കും ആര്? നിസ്കരിക്കാത്തവർ. അവിടെയായിരിക്കും നിസ്കരിക്കാത്തവർ. ഫിർഔനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, ഹാമാനിന്റെ കൂടെ. ഖുർആൻ പറയാണ്, മാ സലകകും ഫീ സഖർ, എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിൽ സഖറിൽ അകപ്പെട്ടത്? അവര് പറയുന്ന ഒന്നാമത്തെ മറുപടി തന്നെ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഒരുപാട് മറുപടികൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായി പറയുന്നത് ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും ജമാഅത്ത് നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. നമസ്കാരം നിർബന്ധമാക്കിയ നിസ്കാരം ഒരു അശ്രദ്ധയോടുകൂടിയും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എങ്ങനെ നിസ്കാരം നിർവഹിക്കേണ്ടത്? പുരുഷന്മാര് നിർബന്ധമായും പള്ളിയിൽ വന്ന് 5 നേരത്തെ ജമാഅത്തിനും പങ്കെടുക്കണം. 5 നേരത്തെ ജമാഅത്തിനും പങ്കെടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്നോട് ചോദിക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മളോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് നിസ്കാരം വെള്ളിയാഴ്ച നിസ്കാരത്തിലെ ഫജ്ർ നമസ്കാരമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ ഫജ്ർ നിസ്കാരമാണ്. ഇന്നത്തെ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും സൗഭാഗ്യവാന്മാരായിട്ട് എണ്ണിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ? നമ്മളാണ് പരിശോധിക്കേണ്ടത്. ഇന്ന് സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചു. ജമാഅത്തായിട്ടാണ് പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിൽ വന്ന് നിസ്കരിക്കണം.
അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ കണ്ണു കാണാത്തൊരു സഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല, അന്ധനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ചില ഉദറുകൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നബിയെ, എന്റെ വീട് പള്ളിയിൽ നിന്ന് വിദൂരത്താണ്. പള്ളിയിൽ ഞാൻ നടന്നു വരുന്ന വഴിയിൽ മദീനയിൽ പാമ്പുക്കളുടെ ശല്യമുണ്ട്, ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. റസൂലേ, എന്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു വഴികാട്ടിയില്ല റസൂലേ. അതുപോലെ തന്നെ മദീനയിൽ പാമ്പുക്കളുടെ ശല്യമുണ്ട് നബിയെ, ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദർ ചോദിച്ച അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹൽ തസ്മഉ നിദാ യാ ഉമ്മ മക്തൂം? അബ്ദുല്ലാഹി ഇബ്നു മക്തൂം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി നീ കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ, എന്റെ കാതുകൾക്ക് പ്രശ്നമില്ല. 5 നേരത്തെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് വിളിയും ഞാൻ കേൾക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് ഉദറുകൾ പറഞ്ഞ കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ബാങ്ക് വിളി കേൾക്കുന്നുണ്ടെങ്കിൽ ഫഅജിബ്, നീ ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകണം. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ചു, കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. ഒരുപാട് ഉദറുകൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു പ്രയോജനവുമില്ല. കാരണം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ, ജമാഅത്തിന് വരൽ നിർബന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് കാണാത്ത സ്വഹാബിയോട് പോലും പറഞ്ഞു എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ ജമാഅത്തിന് വന്നിട്ടില്ലെങ്കിൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടിട്ട് ആ പള്ളിയിലേക്ക് ബാങ്ക് വിളിക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നിങ്ങൾക്ക് നിസ്കാരമാണെന്ന് പറഞ്ഞ ആ നിസ്കാരത്തിന് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ എന്താ നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ പറയാനുണ്ടാവുക? അതുകൊണ്ട് കൃത്യമായി 5 നേരത്തെ ജമാഅത്ത് നിസ്കാരത്തിനും പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിലെത്തണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ വരെ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 നേരത്തെ നിസ്കാരത്തിലും പെണ്ണുങ്ങൾ പോലും പങ്കെടുത്തതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാം. നിസാഉൽ മുഅ്മിനാതി യശ്ഹദന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفن أحد من الغلس. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എത്രത്തോളം ഫജ്ർ നിസ്കാരത്തിന് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന പെണ്ണുങ്ങൾ ഏതാണെന്ന് നിർണയിക്കാൻ പോലും കഴിയാത്ത അത്രയും ഇരുട്ടത്ത് പോലും സുബഹി നിസ്കരിക്കാൻ നബി തങ്ങളുടെ പള്ളിയിൽ അവിടുത്തെ സ്വഹാബ വനിതകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നിർബന്ധമല്ല. വന്നാൽ പുരുഷന് കിട്ടുന്ന അതേ കൂലി പ്രതിഫലം സ്ത്രീകൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായിട്ട് ജമാഅത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ സ്വഹാബത്തിനൊന്നും കാണുന്നില്ല. പലരും അവരുടെ വീടുകളിൽ വെച്ച്, റൂമുകളിൽ വെച്ച് നിസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അവരോട്, എവിടെ പോയി ബാക്കിയുള്ളവർ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ, അവരൊക്കെ അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചു പോയി ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ ഒരാളെ ഏൽപ്പിക്കാം, എന്നിട്ട് ജമാഅത്തിന് വരാത്ത, നിസ്കരിക്കാൻ വരാത്ത ആളുകളെയും അവരുടെ വീടുകളുമെല്ലാം ആ വിറക് കെട്ട് കൊണ്ടുവന്ന് അതിലിട്ട് ചുട്ട് കരിച്ചാലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു പോയി എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്റെ ഗൗരവം മനസ്സിലാക്കി. അതുകൊണ്ട് കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നവരായിരിക്കും നമ്മൾ. അശ്രദ്ധയോടുകൂടി, ശൈത്വാനിയത്തോടുകൂടി ആരെങ്കിലും ജമാഅത്തുകളിൽ വരാത്തവരുണ്ടെങ്കിൽ കൃത്യമായി 5 നേരത്തെ പള്ളിയിൽ വന്ന്
ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي على الأنبياء والمرسلين وعلى آله وأصحابه المجاهدين في سبيل الله أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. നാം വിശദീകരിച്ചു വന്നിട്ടുള്ളത് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ 3 ഉപദേശങ്ങളാണ്. അതിൽ 2 എണ്ണം നാം മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യും. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത് ലാ തശ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശൈഇൻ. മദ്യം കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, നിശ്ചയം അത് സകല തിന്മകളുടെയും താക്കോലാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആധുനിക സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയ ഒന്നാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ എന്നും വ്യത്യാസമില്ലാതെ മഹാഭൂരിഭാഗം ആളുകളും ഈ ലഹരിക്ക് അടിമപ്പെട്ട് തോന്നിവാസികളായി ജീവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കണക്കുകളും സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ഈ വർഷത്തിൽ 2024 ഈ പാലക്കാട് ജില്ലയിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച കേസുകളിൽ അറസ്റ്റിലായവരുടെ എണ്ണം 2454 പേരാണ്. 2454 പേര് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസുകളും അറസ്റ്റും നടന്ന വാർത്തകള് സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാണ് ആലോചിച്ചു, എത്ര ചെറുപ്പക്കാർ, എത്ര കുട്ടികൾ, എത്ര സ്ത്രീകൾ ഇത്തരത്തിലുള്ള പല രീതിയിൽ കുടിക്കലുകളും അതുപോലെ തന്നെ പുകക്കലുകളും അതുപോലെ തന്നെ കുത്തിവെക്കലുമായിട്ട് ഇത്തരത്തിലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഗൗരവത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മദ്യം പാടില്ല, അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുകവലിയായാലും മറ്റെന്തായാലും ലഹരി ഉണ്ടാക്കുന്നവയെല്ലാം മദ്യമാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. അത് മുഴുവനും നിഷിദ്ധമാണ്. പുകവലിയിലൂടെ ലഹരി ഉണ്ടാകുന്നു എങ്കിൽ അതുപോലെ തന്നെ മറ്റേതാണ് ലഹരി ഉണ്ടാക്കുന്നത്, അത് മുഴുവനും, അതെന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഹറാമാണ്, നിഷിദ്ധമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാം, ഇജ്തനിബു അൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. എല്ലാ തിന്മകളുടെയും മ്ലേച്ഛ പ്രവർത്തനങ്ങളുടെയും ഒക്കെ മാതാവാകുന്നു മദ്യമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പൂർണ്ണമായി വിരോധിച്ച കാര്യമാണ്. ഒരിക്കലും ഒരു മുസ്ലിം ഇത്തരത്തിലുള്ള ലഹരികളുമായി ബന്ധപ്പെട്ട്, മദ്യവുമായി ബന്ധപ്പെട്ട്, ചുതാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൈശാചിക പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല. കാരണം എന്താ? ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ഉത്ബോധനം ചെയ്യുന്നത്. ഇന്നമൽ ഖംറു, ഇന്നമ എന്ന പ്രയോഗം പറഞ്ഞതിന് ശേഷം പിന്നെ പറയാൻ പോകുന്ന കാര്യം,
അറബി ഗ്രാമർ വശത്തിൽ കൃത്യമായി ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഖുർആൻ അങ്ങനെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമൽ ഖംറു തീർച്ചയായിട്ടും മദ്യം, വൽ മൈസിർ ചൂതാട്ടം, അതുപോലെ തന്നെ വൽ അൻസാബ് വൽ അസ്ലാം പ്രശ്നം വെച്ച് നോക്കലും പ്രതിഷ്ഠ വെച്ച് നോക്കലും ഒക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ അത് പൈശാചിക പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു നിങ്ങൾ അത്തരം തിന്മകൾ വെടിയണം, എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾക്ക് വിജയികളായി തീരാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ 3 അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമസ്കാരം ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇതുപോലെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ ഗൗരവമായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങള് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസികളായ സർവ്വ വിശ്വാസികൾക്കും മുസ്ലിമീങ്ങൾക്കും ബാധകമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റി അല്ലാഹുവിനെ ആരാധിച്ച് റബ്ബിലേക്ക് മാത്രം ഖേദിച്ചു മടങ്ങി റബ്ബിനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് സ്വർഗ്ഗം നേടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ.